നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. KV ഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ ആസൂത്രണ സമിതി അംഗം KV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. നയത്തെ പുഷ്ടിപ്പെടുത്താനും സ്ട്രാറ്റജി സെറ്റാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപദേശബന്ധനം കൊടുക്കാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളാണ് ഈ സെമിനാറിൽ ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചായത്തിന് ലഭ്യമാകുന്ന ഏറ്റവും വിദഗ്ധരെയാണ് ഗ്രാമസഭയിൽ വെച്ചും വർക്കിംഗ് സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷനിലൂടെയും പഞ്ചായത്ത് കണ്ടെത്തിയിട്ട് നിങ്ങളെ വിലപ്പെട്ട സമയം പഞ്ചായത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സെമിനാർ എന്ന് പറയുന്നത് പലപ്പോഴും ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ സെമിനാർ? ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേദികളാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുകൊണ്ടുള്ള ഗ്രാമസഭ. അത് ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്ന സംവിധാനമെല്ലാം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ കേരളത്തിൽ ഗവൺമെന്റ് നിർദ്ദേശിച്ച എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടിയ സംവിധാനം ഉണ്ടാവണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗാന്ധിജി പറഞ്ഞിട്ടുള്ള സ്വരാജിൽ നിന്നും സുരാജിലേക്ക് എന്ന് പറയുന്ന ആപ്തവാക്യം സാർത്ഥകമാകുകയുള്ളൂ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ബാലൻ അധ്യക്ഷത വഹിച്ചു. 2025 വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതിനകം തന്നെ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തീകരിച്ചതിന് ശേഷമാണ് വികസന സെമിനാറിലേക്ക് വന്നിട്ടുള്ളത്. എല്ലാ ഗ്രാമസഭകളും പൂർത്തീകരിച്ചു. അതിനുശേഷം വിവിധ രീതിയിലുള്ള വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രത്യേക ഗ്രാമസഭായോഗങ്ങൾ ചേർന്നു. ഇതിനെല്ലാം ശേഷമാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ നാലുപരിയുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജനീയാസൂത്രണം തുടങ്ങിയതിൽ തന്നെ ഏകദേശം 30 വർഷത്തോളമായി ജനീയാസൂത്രണ പ്രവർത്തനം തുടങ്ങിയിട്ട് അന്നേ മുതലോട് നോക്കിക്കഴിഞ്ഞാൽ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നേറ്റമാണ് നമ്മുടെ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ കഴിയുക പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. ചന്ദ്രൻ പുതിയ വർഷത്തേക്കുള്ള പദ്ധതികൾ അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC സൈൽരാജ് മാസ്റ്റർ മാലിന്യമുക്ത നവകേരള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജ രാജീവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. റോജ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ O. ഗംഗാധരൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ P. അശോകൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KK സത്യൻ സ്വാഗതം പറഞ്ഞു. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.